വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടർന്നേക്കാം. ഇന്ന് 1 പവൻ സ്വർണ്ണത്തിന്റെ വില 1,16,240 രൂപയാണെങ്കിലും മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ തിടുക്കം കാണിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചെറിയ ആശ്വാസമുണ്ട്. ഇന്നത്തെ രാജ്യാന്തര സ്വർണ്ണവില $5,203 താഴ്ന്നതാണ് ഇന്നിവിടെയും പ്രതിഫലിച്ചിരിക്കുന്നത്. നിലവിൽ $5,055 ഔൺസ് വിലയുള്ളത്. ആഗോള വിപണിയിലെ അനുകൂല സാഹചര്യങ്ങളെ തുടർന്ന് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണ്ണവിലയിൽ 1% വർധനവാണ് രേഖപ്പെടുത്തിയത്. US ബോണ്ട് യീൽഡിലെ ഇടിവും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ സ്വീകാര്യത ഇന്ന് വർദ്ധിപ്പിക്കുകയാണ്. US സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതാണ് നമ്മുടെ ഈ തിളങ്ങുന്ന ലോഹങ്ങൾ. പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിലകളെ സ്വാധീനിക്കുന്നതും ഇതുതന്നെ. കൂടാതെ US ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഇത് ശക്തമാക്കിയിട്ടുമുണ്ട്. ഇത് സ്വർണ്ണവിലയെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവ് ഘടകമായിട്ട് തന്നെയാണ് വിദഗ്ധർ കാണുന്നത്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പണപ്പെരുപ്പ കണക്കുകളിലേക്കുമാണ് ഇപ്പോൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കലിന് ദിശ പകരുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ കീശ കാലിയാകുമെന്ന് ഉറപ്പാണ്. ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്ക് 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയെല്ലാം ചേർത്താൽ 1,30,000 മുകളിൽ നൽകേണ്ടി വരും. മാത്രമല്ല, പണിക്കൂലി കൂടുതലുള്ള ആഭരണമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇനിയും വില കൂടുമെന്നും ഉറപ്പാണ്. എന്നാൽ നിലവിലുള്ള സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾ ഉപഭോക്താക്കളെ വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ 1, 2, 3 തവണയൊക്കെയാണ് സ്വർണ്ണവില മാറി മറയുന്നത്. രാവിലെ കുറഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാമായി കുത്തനെ കൂടും. തിരിച്ചും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. വിലയിലെ മലക്കം മറിച്ചിൽ കാരണം ജ്വല്ലറികളിലേക്ക് ആരും തന്നെ എത്തുന്നില്ല. കാരണം ഇപ്പോൾ സ്വർണം വാങ്ങണോ അതോ വിൽക്കണോ എന്നതാണ് പലരുടെയും ആശങ്ക. വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമോ അതോ കുത്തനെ കൂടുമോ എന്നും പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. സ്വർണ്ണവില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് ചില വിപണി വിദഗ്ധർ പറയുന്നു. ചില വിപണി വിദഗ്ധർ പറയുന്നത് സ്വർണ്ണവില ഇനിയും കുത്തനെ കുറയുമെന്ന് തന്നെയാണ്. അതായത് അമേരിക്കയിലെ നിലവിലെ സാമ്പത്തിക സംഭവവികാസങ്ങൾ തന്നെയാണ് സ്വർണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി കണക്കാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സ്വാധീനം US സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഭവിക്കുന്നത്. പലിശ നിരക്ക് കുറയ്ക്കാതെ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നതിൽ തന്ത്രജ്ഞനായ വാഷ്നെ അടുത്തിടെ കേന്ദ്ര ബാങ്കായ ഫെഡിന്റെ ചെയർമാനായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഫലമായി ആഗോള വിപണിയിൽ ഡോളർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഡോളർ ശക്തിപ്പെടുമ്പോൾ നിക്ഷേപകർ സാധാരണയായി സ്വർണത്തിൽ നിന്ന് മാറി ചിന്തിക്കും. ഇത് സ്വർണ്ണവിലയെ താഴോട്ട് വലിക്കാനുള്ള പ്രധാന ഘടകമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും സ്വർണ്ണവില എത്രത്തോളം കുറയുമെന്ന്. എന്നാൽ നിലവിലെ നിർണായക ചോദ്യം തന്നെയാണിത്. സ്വർണ്ണവില 1.25 പവനിൽ നിന്ന് 70,000 രൂപയിലേക്ക്, അതായത് 1 പവന് 50,000 താഴെ മടങ്ങിയെത്തുമോ എന്നാണ് ഉപഭോക്താക്കളുടെ ആകാംക്ഷ. പക്ഷേ നിലവിലെ വിപണി സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ അത്തരമൊരു ഇടിവ് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ വിപണിയിൽ വില കുറയുമെങ്കിലും ഒറ്റ രാത്രി കൊണ്ടൊന്നും ഈ പൊന്നിന്റെ വില ഇടിയില്ല. അങ്ങനെയുള്ളൊരു സാധ്യതയും നിലവിലില്ല. പെട്ടെന്നുള്ള തകർച്ചയേക്കാൾ ഘട്ടം ഘട്ടമായുള്ള ഇടിവായിരിക്കും സ്വർണത്തിന് സാധിക്കുക. വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം. അതായത് ഹ്രസ്വകാലത്തേക്ക് വിലയിൽ വർധനവുണ്ടായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണവില താഴേക്കെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിൽ സ്വർണം വാങ്ങാൻ തിടുക്കം കാണിക്കരുതെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നു. എന്തായാലും സ്വർണ്ണവില ഉയരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഓരോ മണിക്കൂറും നിലനിൽക്കുന്നത്. ഇത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.